ഹലോ, വെൽക്കം ടു ദി ക്ലാസ്. അപ്പോൾ നമ്മളിന്ന് പാർട്ട് 5 ആണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ആദ്യത്തെ 1, 2, 3, 4 കാണാത്തവർ അത് കണ്ടിട്ട് വന്നാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സോ ചാനൽ ഇഷ്ടപ്പെടുന്നവർ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്, ഡൈഹൈബ്രിഡ് ക്രോസ് അല്ലേ. അപ്പോൾ അതിനുശേഷം ഒരു മെന്റിലൊരു പോസ്റ്റ്ലേറ്റ് പറയുന്നുണ്ട്. എന്തായിരുന്നു? വെൻ 2 or more traits are combined, when 2 or more traits are combined, each trait is inherited independently to the next generation without mixing each other. അതായത് ഇപ്പം നമ്മളിവിടെ നേരത്തെ രണ്ട് ക്യാരക്ടേഴ്സ് നോക്കി അല്ലേ. ഒന്ന് ഹൈറ്റ് നോക്കി, അതേപോലെ തന്നെ സീഡിൻ്റെ ഇത് നോക്കി. സീഡ് റൗണ്ടും ഉണ്ട്, അതേപോലെ തന്നെ റിങ്കിൾഡ് ഉണ്ട്. ഹൈറ്റ് ടോളും ഉണ്ട്, അതേപോലെ ഡോർഫും ഉണ്ട്. ഇപ്പം നമ്മളിതിൽ സീഡിൻ്റെ നോക്കുകയാണെങ്കിൽ ആ സീഡിൻ്റെ ജീൻ ഒരിക്കലും ഹൈറ്റിൻ്റെ കൺട്രോൾ ചെയ്യുന്ന ജീനായിട്ട് യാതൊരു ബന്ധവുമില്ല. അതൊരിക്കലും തമ്മിൽ മിക്സ് ചെയ്യുന്നില്ല. അപ്പം അതായത് സീഡ് ഇപ്പം റൗണ്ടാണ് അല്ലെങ്കിൽ റിങ്കിൾഡ് ആണ്, അതിനെ കൊണ്ട് മറ്റേ പ്ലാന്റിൻ്റെ ഹൈറ്റ് കുറയുന്നുമില്ല കൂടുന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മിക്സ് ആയി പോകുന്നേ ഇല്ല. അതെങ്ങനെയാണ് വരുന്നത്? മിക്സ് ആവാതെ തന്നെയാണ് അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് മെന്റലിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ട്രെയ്റ്റ് എന്താവുന്നില്ല, മിക്സപ്പ് ആയിട്ട് അടുത്ത ജനറേഷനിലേക്ക് വരുന്നില്ല. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ അടുത്ത ജനറേഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ ആ പോസ്റ്റ്ലേറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയാലോ. നെക്സ്റ്റ് ഈ നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്. അപ്പം മെന്റലിൻ്റെ പറഞ്ഞ ചെറിയ ചെറിയ എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ആ എക്സെപ്ഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, അതിലൊന്നാമത്തെയാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, അതേപോലെ തന്നെ കോ ഡോമിനൻസ്, പിന്നെ മൾട്ടിപ്പിൾ അല്ലീലിസം, അതേപോലെ തന്നെ പോളിജെനിക് ഇൻഹെറിറ്റൻസ്. ഓക്കെ, സോ അപ്പോൾ മെന്റൽ ഇൻഹെറിറ്റൻസ് അല്ലാത്ത നാലാണ് മെന്റലിൻ്റെ പോസ്റ്റുലേറ്റ് അല്ലെങ്കിൽ മെന്റലി കണ്ടുപിടിച്ച കാര്യങ്ങൾ ചെറിയ ചെറിയ എക്സെപ്ഷൻസ് വന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിലൊന്നാമത്തെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, രണ്ടാമത്തെ കോ ഡോമിനൻസ്, പിന്നെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ അലീലിസം, നാലാമത്തെ പോളിജെനിക് ഇൻഹെറിറ്റൻസ്. എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞത്? അപ്പോൾ ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെന്റൽ പറഞ്ഞ എന്താ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ടോള് ഹൈറ്റ് എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ടോള് അല്ലെങ്കിൽ ഡോർഫ്, ഇതിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ ഒരു റെഡ് കളറുള്ള ഒരു ഫ്ലവറും അതും വൈറ്റ് കളറുള്ള വേറെ ഒരു ഫ്ലവറും തമ്മിൽ ക്രോസ് ചെയ്തു. അപ്പോൾ കിട്ടേണ്ട ശരിക്ക് ഏതാ? ഒന്നെങ്കിൽ റെഡ് അല്ലെങ്കിൽ വൈറ്റ്. പക്ഷെ കിട്ടിയത് ഏതാ? പിങ്ക് കളറുള്ള ഒരു ഫ്ലവർ ആയിട്ട്. സോ അതായത് ഇവിടെ റെഡിനും ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വൈറ്റിനും ഡോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനിടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരാളാണ് വന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു മെന്റൽ എന്താണ് മെന്റൽ പറഞ്ഞത്? ഏതെങ്കിലും ഒരു ക്യാരക്ടർ മാത്രമേ എക്സ്പ്രസ് ചെയ്തു, ഒരു ഡോമിനന്റ് ക്യാരക്ടർ ആരാണോ അവരാണ് എക്സ്പ്രസ് ചെയ്യുക. പക്ഷെ നമ്മൾ ഈ കേസിൽ എന്താ, റെഡ് കളറുള്ള നമ്മളൊരു 4 o'clock പ്ലാന്റിനെ നമ്മൾ വൈറ്റ് കളറിൽ അതേ പ്ലാന്റ് ആയിട്ട് ക്രോസ് ചെയ്തു. പക്ഷെ റെഡും വന്നില്ല വൈറ്റും വന്നില്ല, നമുക്ക് കിട്ടിയതായിരുന്നു പിങ്ക് കളറുള്ള. അപ്പം ഡോമിനന്റ് അലീൽ കനോട്ട് ഫുള്ളി ഹൈഡ് ദി അലീൽ ഓഫ് ദി റിസസീവ് ട്രേറ്റ്. അതായത് ഒരിക്കലും ഇവിടുത്തെ ഡോമിനന്റ് അലീലിന് റിസസീവ് ട്രേറ്റിനെ ഹൈഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഓക്കെ, ഇനി അടുത്താണ് കോ ഡോമിനൻസ്. ഈ കോ ഡോമിനൻസ് പറഞ്ഞാൽ എന്താ, ഒരേ സമയം രണ്ട് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യും. ഇപ്പം നമ്മളൊരു ഇവിടെ ഈ ഫിഗറിൽ കണ്ടു ഒരു പശുവിൻ്റെ മേലിൽ വൈറ്റും ഉണ്ട്, അതേപോലെ തന്നെ ബ്രൗൺ കളറും ഉണ്ട്. അപ്പം അതായത് ഇപ്പം അച്ഛൻ്റെ കളർ ചിലപ്പോൾ ബ്രൗൺ ആണെന്ന് വിചാരിച്ചു, അമ്മേൻ്റെ കളർ വൈറ്റ് ആണ് കിട്ടുക. അപ്പം അക്കോർഡിംഗ് ടു മെന്റൽ എന്താ, ഇതിൽ ഒന്നെങ്കിൽ അച്ഛൻ്റെ കളർ അല്ലെങ്കിൽ അമ്മേൻ്റെ കളർ മാത്രമേ ഈ പശുവിന് വരാൻ പാടുള്ളൂ. പക്ഷേങ്കിലും ഇവിടെ എന്താ വന്നത്, അച്ഛൻ്റെ കളറും വന്നു അമ്മേൻ്റെ കളറും വന്നു, രണ്ടും ഒരേപോലെ എക്സിസ്റ്റ് ചെയ്തു. ഓക്കെ, ബോത്ത് അല്ലീൽസ് ഉണ്ട് ഒരേ സമയം എക്സിസ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പൊ അതിലൂടെ പറയുന്ന എക്സാമ്പിൾ ഏതൊക്കെയാണ്? റൊവാൻകോട്ട് പാറ്റേൺ ഫൗണ്ട് ഇൻ സം കാറ്റിൽ ആൻഡ് ഹോഴ്സ്. ചില കുതിരകളിലും ചില കാറ്റിൽസിലൊക്കെ ഈ റൊവാൻകോട്ട് പാറ്റേൺ നമ്മൾ കണ്ടുവരുന്നത്. അതായത് കോ ഡോമിനൻസ് എന്നാൽ ഒരേ സമയം രണ്ട് അല്ലീൽസും എക്സിബിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്താണ് മൾട്ടിപ്പിൾ അല്ലീൽസ്. എന്താ മൾട്ടിപ്പിൾ അല്ലീൽസ് എന്ന് പറഞ്ഞത്? ഇപ്പൊ നമ്മൾ മെന്റൽ പറഞ്ഞാ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഒരു പെയർ ഓഫ് ഫാക്ടറാണ് വരുന്നത്. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ മോർ ദാൻ 2 അല്ലീൽസ്
ഒരു കാര്യത്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. മോർ ദാൻ 2 അല്ലീൽസ് ഒരു കാര്യത്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് ഏതൊക്കെയാ? എ ഉണ്ട്, ബി ഉണ്ട്, ഒ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ വരുന്ന അല്ലീൽസ് ഏതൊക്കെയാ? IA, IB, അതേപോലെ I. അപ്പൊ ഈ 3 അല്ലീൽസും എവിടെ വരുന്നുണ്ട്? ഹ്യൂമൻ ബ്ലഡിൽ വരുന്നുണ്ട്. സോ മോർ ദാൻ 2 അല്ലീൽസ് വരുന്നതിനാണ് എന്ത് പറയുന്നത്? മൾട്ടിപ്പിൾ അല്ലീൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. ഈ പോളി എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? മെനി. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഒന്നിൽ കൂടുതൽ ജീനുകൾ വരും. അതായത് നമ്മുടെ സ്കിന്നിന്റെ കളറിന് കൺട്രോൾ ചെയ്യാൻ ഒന്നിൽ കൂടുതൽ ജീന് വരുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ മെലാനിന്റെ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടാണ് സ്കിന്നിന്റെ കളർ വരുന്നത്. ഓക്കെ. ഒന്നെങ്കിൽ വൈറ്റ് ആവാം, അല്ലെങ്കിൽ ഡാർക്ക് ആവാം. അത് മെലാനിന്റെ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സ്കിന്നിന്റെ കളർ വേരി ചെയ്യുന്നത്. ഓക്കെ. അപ്പം ആ സ്കിന്നിന്റെ കളർ വേരി ചെയ്യുന്നതിന് ഒരുപാട് കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പം മെലാനിനാണ് നമ്മുടെ പ്രൈമറി പിഗ്മെന്റ്. നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്ന പ്രൈമറി ആയിട്ടുള്ള പിഗ്മെന്റ് ഏതാണ്? മെലാനിനാണ്. അതേപോലെ തന്നെ ഈ മെലാനിൻ ഇപ്പം അതിന് എന്തൊക്കെ വേരിയേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാം? നമ്മളെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അനുസരിച്ചിട്ട് എന്താ ചിലപ്പം കളർ കൂടി കുറഞ്ഞൊക്കെ വരാം. അതേപോലെ തന്നെ സൺലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട്, അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, വിറ്റാമിൻ ഡി, അതിനൊക്കെ എന്ത് ചെയ്യുക? സ്കിന്നിന്റെ കളർ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ. സോ അതേയുള്ളൂ ഈ കാര്യം. ഇനി അടുത്താണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ് വേരിയേഷൻ വരുന്നുണ്ട് അല്ലേ? നമ്മൾ തുടക്കം പറഞ്ഞിട്ടില്ലേ ഒരു കാര്യം? ഇവിടെ വേരിയേഷൻ, ഹെറിഡിറ്റിയും വേരിയേഷനും പറഞ്ഞു. അപ്പൊ വേരിയേഷൻ വരുന്ന സമയത്ത് പാരൻസിനേക്കാളും ചെറിയ ചെറിയ മാറ്റങ്ങൾ എവിടെ കണ്ടിട്ടുണ്ട്? അവരുടെ ഓഫ്സ്പ്രിംഗ്. അപ്പൊ അതെങ്ങനെയാണ് വരുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ. അപ്പോൾ ജനറ്റിക് പ്രോസസ്സിൽ എന്താ വേരിയേഷന് കാരണമാണ് ആരാ? ജനറ്റിക്കിനകത്ത് വേരിയേഷൻ കൊണ്ടുവരുന്ന ആളാണ് ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? അവിടെ ഫാദർ മദർ, അതായത് പാരൻസിന്റെ ഓഫ്സ്പ്രിംഗ് വരുന്ന സമയത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ തന്ന ഒരു ക്രോമസോം നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ആ വേരിയേഷൻ വരുന്നത്. ഇതിപ്പം ഒരു ക്രോമസോം. ഓക്കെ. ഒരു ഹോമോലോഗസ് ക്രോമസോം ആണ്. അതായത് ഐഡന്റിക്കൽ പെയർ ആയിട്ടുള്ള ഒരു ഹോമോലോഗസ് ക്രോമസോം. അപ്പം ഇതാണ് ക്രോമസോം. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഇതുവരെ ക്രോസിംഗ് ഓവർ ടൈമിലേക്ക് പോവാം. അപ്പൊ ഈ ക്രോസിംഗ് ഓവറിന്റെ പോകുന്ന സമയത്ത് എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യും, ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യും. ഓക്കെ. അപ്പം ഇവിടെ എന്ത് ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ടായിരുന്നു താഴെയും മുകളിൽ. ഈ എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ നമ്മൾ എന്ത് വിളിക്കുന്നു? കയാസ്മ എന്ന് വിളിക്കുന്നു. ഓക്കെ. താഴെയും മുകളിലും എന്താണ്? ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ടായി. ഈ എക്സ് ഷേപ്പ് സ്ട്രക്ചർ നമ്മൾ എന്ത് വിളിക്കുന്നത്? കയാസ്മ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പം ഇവർ രണ്ടുപേരും എന്തായിരുന്നു? ഇവർ രണ്ടുപേരും ഹോമോലോഗസ് ക്രോമസോം ആണ്. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് എന്തായി? ഇവർ രണ്ടുപേരും ക്രോസിംഗ് ഓവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇവരുടെ ഈ നമ്മുടെ ഇപ്പോൾ ഒരു ക്രോമസോം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്, ഇത് ക്രോമസോമിന്റെ ആം എന്നാണ് പറയുന്നത്. ക്രോമസോമിന്റെ ആമാണ്. ഓക്കെ. ഇത് ഒരു ക്രോമസോമിന്റെ ആമാണ്. അപ്പം ഈ ആം തമ്മിൽ എന്ത് ചെയ്യും? ക്രോസ് ചെയ്യും. അപ്പൊ ആ ആം തമ്മിൽ ക്രോസ് ചെയ്യുന്ന സമയത്താണ് ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ വരുന്നത്. അതിന് നമ്മൾ കയാസ്മ എന്ന് വിളിക്കും. ഓക്കെ. അങ്ങനെ ഇവിടെ ക്രോസിംഗ് ഓവർ നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയാ വരുന്നുണ്ടാവുക? ഇവിടെയുള്ള ഈ ഇതുങ്ങൾ ക്രോസ് ചെയ്തപ്പോൾ ഇങ്ങോട്ട് എന്തായി? നീല കളർ അങ്ങോട്ട് വന്നു. അതേപോലെ തന്നെ ഇവിടെയും ഇവിടെ എന്താ? ഈ ബ്ലാക്ക് കളർ ഇങ്ങോട്ട് വന്നു. അപ്പം ഈ എക്സ് ഷേപ്ഡ് കയാസ്മേന്റെ ഭാഗത്തുള്ള അവിടെ എന്താ? ചെറിയൊരു ചേഞ്ചസ് വന്നു. ശരിക്കും ഇവരുടെ പാരൻസ് എങ്ങനെയായിരുന്നു? ഒരാൾ കംപ്ലീറ്റ്ലി ബ്ലൂവും ഒരാൾ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിരുന്നു. ജസ്റ്റ് ഒരു ഐഡന്റിഫിക്കേഷന് വേണ്ടി പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഇത് ആക്ച്വലി ഇങ്ങനെയല്ല. ഓക്കെ. അപ്പം
എന്തായിരുന്നു? ഇവരെ പാരൻസ് കംപ്ലീറ്റ്ലി ബ്ലാക്കും അതേപോലെ കംപ്ലീറ്റ്ലി ബ്ലൂ ആണ്. പക്ഷെ ഓസ്പ്രിങ് വന്ന സമയത്ത് ഇതാണ് ഓസ്പ്രിങ്. ഈ ഓസ്പ്രിങ് വന്ന സമയത്ത് എന്തായി? ഈ പാരന്റിൽ ബ്ലാക്ക് അല്ലാത്ത വേറൊരു കളർ ഓസ്പ്രിങ് വന്നു, ഒരു ബ്ലൂ കളർ വന്നു. ഈ പാരന്റ് കംപ്ലീറ്റ്ലി ബ്ലൂ ആയിരുന്നു, പക്ഷെ ഓസ്പ്രിങ് എന്താണ്? ചെറിയൊരു ബ്ലാക്കും വന്നു അല്ലേ? ഇവിടെ ഒരു ബ്ലാക്ക് കളർ വന്നു, ഇവിടെ ഒരു ബ്ലാക്ക് കളർ വന്നു, ഇവിടെ ഒരു ബ്ലൂ കളർ, ഇവിടെ ഒരു ബ്ലൂ കളർ. അപ്പോൾ പാരന്റ്സിൽ നിന്ന് ചെറിയൊരു വേരിയേഷൻ അവരുടെ ഓസ്പ്രിങ് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പൊ ഇവിടെ മിയോസിസ് ആണ് നടക്കുന്നത്. ആക്ച്വലി ഫസ്റ്റ് എന്താ? പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോം. ഒരു ഹോമോലോഗസ് ഐഡന്റിക്കലായ രണ്ട് ക്രോമസോമിൽ എന്ത് ചെയ്യും? അവർ തമ്മിൽ പെയർ ചെയ്യും. അങ്ങനെ ആ പെയർ ചെയ്തിട്ട് അവരുടെ ഈ നമ്മുടെ ക്രോമസോമിന്റെ ആംസ് തമ്മിൽ ക്രോസ് ചെയ്യും. ആ ക്രോസ് ചെയ്തിട്ട് ഇവിടെ ഒരു എക്സ് ഷേപ്പ് സ്ട്രക്ചർ ഉണ്ടാക്കണം. അതാണ് എന്ത്? കയാസ്മം. ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് കയാസ്മം. ഓക്കെ, അതേപോലെ തന്നെ ആ അവിടെ ഈ ക്രോസിംഗ് ഓവർ നടന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഇതായിരുന്നല്ലോ ഇവരുടെ പാരന്റ് സ്ട്രക്ചർ. അതിൽ ചെറിയ വ്യത്യാസം കണ്ടോ? മഞ്ഞയുടെ മുകളിൽ പിങ്ക് കളർ വന്നു, അതേപോലെ തന്നെ പിങ്കിന്റെ മുകളിൽ ആര് വന്നു? മഞ്ഞ കളറും വന്നു. അങ്ങനെ ചെറിയ രീതിയിൽ എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് കാണും, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ എന്ത് ചെയ്യും? ജീൻസ് ആണെങ്കിൽ കൈമാറും. ഓക്കെ, അങ്ങനെയാണ് ഈ റീകോമ്പിനേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ആദ്യമുള്ളതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, അങ്ങനെയാണ് പുതിയ ഓസ്പ്രിങ് ഉണ്ടാകുമ്പോൾ ചെറിയൊരു വേരിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ചെറിയൊരു വേരിയേഷൻ, അതായത് പാരന്റിനകത്ത് ചെറിയൊരു വേരിയേഷൻ വന്നതാണ് ഈ നായ്ക്കുട്ടികൾക്ക് അല്ലേ? അതേപോലെ തന്നെ പൂച്ചേൻ്റെ അകത്ത് ചെറിയൊരു വേരിയേഷൻ വന്നതാണ് പൂച്ചേൻ്റെ കുഞ്ഞുങ്ങൾക്ക്. അതായത് അച്ഛനും അമ്മയും ക്രോസ് ചെയ്യുന്ന സമയത്ത് അവരുടെ എന്ത് വന്നു? അവിടെ ചെറിയൊരു ക്രോസിംഗ് ഓവർ, അതിനെ കൊണ്ടാണ് എന്ത് വന്നത്? കളറിൽ വ്യത്യാസം വന്നത്. ഓക്കെ, അപ്പം സംഭവം ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. ജനറ്റിക്കിനകത്ത് വേരിയേഷൻ സംഭവിക്കാനുള്ള കാരണം ക്രോസിംഗ് ഓവർ ഉള്ളതിനെ കൊണ്ടാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച്. സഡൻ ഹെറിറ്റബിൾ ചേഞ്ച്. ഇപ്പൊ നമ്മളിപ്പോൾ ഇതൊരു ന്യൂക്ലിയോടൈഡിന്റെ ഒരു സീക്വൻസ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതൊരു ജീനാണ്. ആ ജീനിന്റെ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണ്. അവിടെ ഇപ്പൊ ഇവിടെ കാണും, ഇവിടെ ശരിക്കും വരേണ്ടത് TA, പക്ഷെ ഇവിടെ നല്ല തല വിരിച്ചിട്ടാണ് AT. അപ്പൊ എന്തെങ്കിലും ഒരു ന്യൂക്ലിയോടൈഡിന്റെ സീക്വൻസ് അല്ലെങ്കിൽ ഒരു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ആണ് എന്ത്? മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പം GATTC എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് വരും. ഇതാണ് ആക്ച്വൽ സീക്വൻസ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ ഈ ജീന് കോഡ് ചെയ്ത് വന്ന സമയത്ത് GATക്ക് പകരം വേറെ എന്തെങ്കിലും, ഇപ്പം GATTC വരണം, അത് GACT വന്നാൽ അതെന്തായി? പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നു ഇവിടെ അല്ലേ? അപ്പൊ അതേപോലത്തെ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ആണ് എന്ത്? മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മ്യൂട്ടേഷൻ സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ മേ ബി കെമിക്കൽസ് ആവാം, അല്ലെങ്കിൽ റേഡിയേഷൻസ് ആവാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ മ്യൂട്ടേഷൻ പോസിബിൾ ആയിപ്പോകുന്നത്. അല്ലെങ്കിൽ മ്യൂട്ടേഷൻ സംഭവിക്കാൻ കാരണം എന്താ? കെമിക്കൽസ് അല്ലെങ്കിൽ റേഡിയേഷൻ കാരണം. ഓക്കെ, അത് ജനറേഷൻ വഴി അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഭയങ്കര എളുപ്പമല്ലേ? സിമ്പിൾ ചാപ്റ്റർ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.